ആശാ വർക്കർമാർ ദേശവ്യാപകമായിട്ടുള്ള സമരം നടത്തുകയാണ്. അത് യൂണിയൻ ഗവൺമെൻറ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു നായാ പൈസയുടെ വർധനവ് ആശാ വർക്കർമാർക്ക് നൽകിയിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. ആ സ്കീമിൽ ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത സെൻട്രൽ ഗവൺമെൻറ്റുണ്ട്. എന്നാൽ ശമ്പളമെന്ന പദം പോലും അവർ പ്രയോഗിക്കുന്നില്ല, ഇൻസെൻറ്റീവ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നാടാകെ യൂണിയൻ ഗവൺമെൻറ്റിനെതിരായി ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പിന്തുണ കൊടുക്കണം. അവരെ വർക്കർമാരായി അംഗീകരിക്കണം. അവരെ തൊഴിൽ നിയമത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന നിലയിൽ അവർക്ക് സംവിധാനം ഒരുക്കി കൊടുക്കണം. എംപ്ലോയർ എന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ്റാണ്. ആ യൂണിയൻ ഗവൺമെൻറ് ന്യായമായ തുക ശമ്പളമായി ആനുകൂല്യങ്ങളായി അവർക്ക് നൽകണം. മിനിമം വേജെങ്കിലും അവർക്ക് ഉറപ്പുവരുത്തണം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ തലയിൽ എല്ലാ ഭാരവും ഇടാനാണ്. കേരളത്തെ എല്ലാ തരത്തിലും കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുകയാണ്. ഒരു ഭാഗത്ത് കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാതിരിക്കുക, മറുഭാഗത്ത് ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്ന പല മേഖലയിലുള്ള ആളുകൾക്കും വേതനം കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മറ്റൊന്ന്, 2016 പിണറായി വിജയൻ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലേൽക്കുമുണ്ടായിരുന്ന ഓണറേറിയം എന്നുള്ളത് കേവലം 1000 രൂപയാണ്. അവിടുന്ന് 7000 രൂപയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാരെ ചേർത്ത് നിർത്തുന്ന, ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സർക്കാരാണ്. എന്നാൽ യൂണിയൻ ഗവൺമെൻറ് ആകട്ടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സമീപനം എടുക്കുന്നു. BJPയും കോൺഗ്രസും ഒന്നിച്ച് കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമവും നടത്തുകയാണ്. ഇത് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുടെ ഒരു സമീപനം കൂടി ഇതിനകത്ത് വരികയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങൾ, മാതൃഭൂമിയും മനോരമയും, അവർ 1-ാം പേജിൽ കൊടുത്തിട്ടുള്ള വാർത്ത JP നദ്ദ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പാർലമെൻറ്റിൽ പറഞ്ഞതായിട്ടാണ്. അങ്ങനെ ഒരു വാക്കേ അവർ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അവിടെ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ. JP നദ്ദയുടെ ഈ പ്രസ്താവന തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയെ തെറ്റായ നിലയിൽ വളച്ചൊടിച്ചാണ് പത്രത്തിൻ്റെ 1-ാം പേജിൽ കൊടുത്തിട്ടുള്ളത്. വലിയ കടുങ്കൈയാണ് അവർ ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്.